നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് ഇടുകയാണ്. ഇപ്പോൾ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണല്ലോ ഇപ്പോഴത്തെ വിഷയം. അപ്പോൾ ബിഗ് ബോസിൽ രേണു ചെന്ന് കഴിഞ്ഞപ്പോൾ രേണുവിനെ എല്ലാവരും കൂടി കൂടിയിട്ട് ആക്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആര് ക്രിയേറ്റ് ചെയ്താണെന്നറിയില്ല, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യ ദിവസം തന്നെ രേണുസുതി ഔട്ടായിരുന്നു. പക്ഷേ രേണുസുതി ഔട്ടായിട്ടില്ല. രേണുസുതിനെ എല്ലാവരും കൂടി വട്ടിട്ട് ആക്രമിക്കുക. ആരോ ചെറിയ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ രേണുസുതിക്ക് സപ്പോർട്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. കാര്യം എന്ന് വെച്ചാൽ അവർ ഇത്രയും എന്താ പറയുക, സുധി മരിച്ചുപോയി, അത് ശരി തന്നെ. പക്ഷേ എന്നിട്ടും അവർ ഇത്രയുമൊക്കെ എത്തിയല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നാടകത്തിൽ അഭിനയിക്കാൻ പോയി, അത് കഴിഞ്ഞിട്ട് റീൽസ് അഭിനയിക്കാൻ പോയി, എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ റീൽസൊക്കെ ചെയ്ത് കയറിപ്പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില്ലറക്കാരില്ല. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് രേണുസുതിനെ എന്തായാലും ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ചെറിയ പൈസയ്ക്കല്ല, ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിക്കുന്നത് രേണുസുതിയാണെന്നാണ് പറയണത്. അപ്പോൾ അവർ ചില്ലറക്കാരിയല്ലല്ലോ. പിന്നെ ഇത് അപ്പാനി ശരത്തും മറ്റുള്ളവരൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കി സംഗതി ഫസ്റ്റ് മേടിക്കുക എന്നല്ല, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇതൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണ്ടല്ലോ. അവർ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഇതല്ല. ആ തലവേദന കേസ്, ഞാൻ ഇതിനകത്തൊരു വീഡിയോ എൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്യാം. ആ തലവേദന എടുക്കണമെന്ന് പറഞ്ഞു കണ്ടിട്ട് പിടിച്ചു നിൽക്കുന്നൊരു രംഗമുണ്ട്, അത് കാണേണ്ടത് തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് തലവേദനയാണെന്ന് അപ്പാനി ശരത്ത് പറഞ്ഞ് തലവേദന ഇല്ലയെന്ന്. പിന്നെ മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ പിന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുടെ വക്കത്തെത്തി. ആദ്യത്തെ എപ്പിസോഡിലുണ്ടായ സംഭവമാണ്. അപ്പോൾ ഇനി തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഓരോ അടിയും പ്രശ്നങ്ങളും പിന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയ അറിയാതെ ചെയ്യുന്ന കുറേ പരിപാടികൾ കാരണം ആരൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് ആഴ്ചയിൽ ഔട്ടായി പോവുക എന്നൊക്കെ നമുക്ക് ഇനി നേരിട്ട് കാണാം എന്തായാലും. അപ്പോൾ ഇതാണ്. പക്ഷെ രേണുസുതിനെ ഒരുവിധം ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ കുശുമ്പുള്ളവരൊക്കെ അവരെ കുറ്റം പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ആരെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് പറയുന്ന ആളാണ് ഞാൻ. നമുക്കങ്ങനെ കുശുമ്പൊന്നുമില്ല. അവർ പോരാടി കിട്ടണല്ലേ, അപ്പോൾ അവർ ജയിച്ച് മുന്നേറട്ടെ എന്നാണ് നമ്മൾ പറയണത്. അവർ വേറെ രീതിയിലേക്ക് ഒന്നിലേക്ക് പോണില്ല. അതൊക്കെ ആയിരിക്കും ആൾക്കാർ ചിലപ്പോൾ എന്താ പറയുക ഈ കുറ്റപ്പെടുത്തുന്നത്. വെറുതെ ഇട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. ചില പെണ്ണുങ്ങളാണ്, അതാണ് രസം, അല്ലാണ്ട് ആണുങ്ങളല്ല. പെണ്ണുങ്ങൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പെണ്ണുങ്ങളോട് നിങ്ങൾക്കും ആവാലോ ഇതൊക്കെ, നിങ്ങൾ വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും പോവുക. ഇതേപോലെ എന്താ ബിഗ് ബോസിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്താം. അതിന് നിങ്ങൾ പ്രയത്നിക്കണം. അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരിറങ്ങി. അവരിനി അത് ഒരു കര കണ്ടിട്ടേ അവരെന്തായാലും തിരിച്ചു വരുള്ളൂ. പിന്നെ സൗന്ദര്യം ഒന്നും ഇതിനൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ ചില അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഇനി വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടൻറ്റ് ഇനി ബിഗ് ബോസ് തീരുന്നവരെ ബിഗ് ബോസിലെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെയും ചീത്ത പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.